വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ പുസ്തകം പ്രകാശിപ്പിച്ചത്. പലപ്പോഴും ഒരു പുസ്തകത്തിലൂടെ ഒരു വട്ടം കടന്നുപോയി രണ്ടാമതത് തുറന്നാൽ അതിലെ കനലുകളൊക്കെ കെട്ടുപോയിരിക്കുകയും ഉണ്ടോ എന്നറിയാൻ ഊതി നോക്കുകയും ചെയ്യേണ്ട അവസ്ഥ നിലനിൽക്കുന്ന ഒരു കാലത്ത് അവതാരിക എഴുതേണ്ട ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് രണ്ടാമത് വായിച്ചപ്പോൾ ആദ്യ വായനയെക്കാളും കനലുകളോടെ തിളങ്ങി നിൽക്കുന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് വിശേഷപ്പെട്ട സന്തോഷം ഉണ്ടായത്. എം എൻ വിജയൻ്റെ ഒരു വാക്യമാണ് ഞാൻ ഓർമ്മിക്കുന്നത്. കവികൾ ഇരതേടുന്നത് ഒരേ വിധത്തിലല്ല. മുമ്പേ പോയ എഴുത്തുകാരുടെ പിന്നാലെ പോകുന്നതിന് പകരം മറ്റൊരു വഴിക്കാണ് സബാഹിൻ്റെ യാത്ര. വ്യത്യസ്തമായ വഴികളാണ്. സന്തോഷ് പറഞ്ഞതുപോലെ ലളിതമായിട്ട് എഴുതുമ്പോഴും വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നമുക്ക് തരുന്ന പുസ്തകമാണ്. പലപ്പോഴും ഒരു പുസ്തകത്തിനകത്ത് ഏകദാനത എന്ന് പറയുന്നൊരു ദോഷം കാണാറുണ്ട്, ചെറുകഥാ സമാഹാരങ്ങളിൽ പ്രത്യേകിച്ചും. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് ബോധ്യമാകും ഈ പുസ്തകത്തിൽ ഓരോ കഥകളും വ്യത്യസ്തതകളുള്ള, ഏകദാനത ഇല്ലാത്ത കഥകളാണ് എന്ന് ബോധ്യമാവും. പലപ്പോഴും ചെറുകഥാ സമാഹാരം വരുമ്പോൾ അതിൻ്റെ അകത്ത് പകുതിയോളം കഥകൾ കുറച്ച് ദുർബലമായ കഥകളായിരിക്കും. അതിൽ മികച്ച കഥകളുടെ പേരിൽ കൊണ്ടായിരിക്കും ആ സമാഹാരം അറിയപ്പെടുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത, ഈ സമാഹാരത്തിൽ സബാഹൻ്റെ ദീർഘകാല സുഹൃത്തായതുകൊണ്ട് പറയുന്നതല്ല, 33 വർഷം ഒരു കോളേജിൽ അധ്യാപകനായി ചെറുകഥ പഠിപ്പിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കഥകൾ നമ്മെ വല്ലാതെ ഒരു പുസ്തകത്തിൻ്റെ ഗുണം എന്താണ്? നമ്മെ വായിപ്പിക്കുക എന്നുള്ളതാണ്, പാരായണക്ഷമതയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ആ പാലം കടക്കില്ല, അത് മടക്കി വെക്കും. അങ്ങേയറ്റം പാരായണക്ഷമതയുള്ള കഥകളാണ് എന്ന് മാത്രമല്ല, പാരായണക്ഷമത കൊണ്ട് കാര്യമില്ല. ഒരു കഥ വളരെ മികച്ച ക്രാഫ്റ്റ് എന്ന് മാത്രമല്ല, കഥ വായിച്ചു കഴിയുമ്പോൾ അത് തലക്ക് മുകളിലൂടെ വെട്ടുകിളിക്കൂട്ടം പോലെ പറന്നു പോകുന്നതിന് പകരം നമ്മുടെ നെഞ്ചിലേക്ക് ഇറങ്ങി വരണം, നമ്മെ ആഴത്തിൽ സ്പർശിക്കണം. അല്ലെങ്കിൽ നമ്മൾ ആ പുസ്തകത്തെ ഓർമ്മിക്കില്ല. എന്നെ ഇതിലെ കഥകൾ, എല്ലാ കഥകളും വളരെ ആഴത്തിൽ സ്പർശിച്ച കഥകളാണ്. സ്പർശമെന്ന കഥയെക്കുറിച്ച് തന്നെ സന്തോഷ് ഇവിടെ സൂചിപ്പിച്ചു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്ലാവിൻ്റെ മരമാണ് പുറത്ത് നിൽക്കുന്നത്. തൻ്റെ ഭർത്താവ് നട്ടതാണ്. ഭർത്താവ് ഇന്ന് കൂടെയില്ല, ഭർത്താവ് മരണപ്പെട്ടു പോയി. മക്കളിൽ 2 പേര്, ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയി, മറ്റൊരു മകൾ ഹോസ്റ്റലിലും പോയി. അതിഭയങ്കരമായ ഏകാന്തതയിൽ ഈ ചെറുപ്പക്കാരി, നിർമ്മല എന്നാണ് പേര്, ഈ നിർമ്മല എന്ന ഈ സ്ത്രീ തറയിൽ പായ വിരിച്ച് തൻ്റെ അതിഭീകരമായ ഏകാന്തതയിൽ തപിച്ചു കിടക്കുമ്പോൾ തന്നെ ആരോ സ്പർശിക്കുന്നതായിട്ട് ഈ സ്ത്രീക്ക് തോന്നുകയാണ്. നോക്കിയപ്പോൾ വീടിൻ്റെ പുറത്ത്, വീടിനോട് ചേർന്ന് ഭർത്താവ് പണ്ട് നട്ട ആ പ്ലാവിൻ്റെ മരത്തിൻ്റെ വേര് തറ പൊട്ടിച്ച് വന്നിട്ട് ഈ സ്ത്രീയുടെ കൈ പിടിക്കുന്നതാണ്. അങ്ങനെ ഒരു അനുഭവം മലയാള കഥയിൽ നമ്മൾ വായിച്ചിട്ടില്ല. നമ്മളാകെ കോരിത്തരിച്ചു പോകും. ഈ ഒരു സ്നേഹത്തിൻ്റെ, അത് നിരുപാധികമായ ഒരു സ്നേഹത്തിൻ്റെ വലിപ്പമാണ്. അങ്ങനെ ഒരു വലിപ്പം നമ്മൾ ദർശിച്ചിട്ടില്ല. അതൊരു അപൂർവതയാണ്, മലയാളത്തിലൊരു അപൂർവതയാണ് ഇങ്ങനെയുള്ളൊരു നിരുപാധിക സ്നേഹത്തിൻ്റെ. ഈദ് മുബാറക്ക് എന്ന് പറയുന്നൊരു കഥയുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. രണ്ടാമത് വായിച്ചാൽ കണ്ണ് നിറയേണ്ട കാര്യമില്ലല്ലോ, പക്ഷെ രണ്ടാമത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണ് കൂടുതൽ നിറഞ്ഞു. നിങ്ങളുടെ കണ്ണ് നിറയും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങളിത് വായിക്കുക. കഥയിലൊക്കെ ഒന്നും ഞാൻ കടക്കുന്നില്ല. മതാതീതമായ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു ഒരു ഉദാത്തമായ അമോഘമായ ഒരു സാന്നിധ്യം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ജാതി മതങ്ങൾക്ക് അതീതമായി നമുക്കൊക്കെ കെട്ടിപ്പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണല്ലോ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹം. എല്ലാ ജാതിയുടെയും മതത്തിൻ്റെയും വേരുകൾ മുഴുവൻ നമ്മളിൽ നിന്നും അഴിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുകയാണ് ഏറ്റവും വലിയ നവോത്ഥാനം എന്ന് പറയുന്നത്. ഈദ് മുബാറക്ക് വായിച്ചാൽ അഗ്നസ് എന്ന് പറയുന്ന സ്ത്രീക്ക്, മുബാറക്ക് എന്ന് പറയുന്നൊരു മുസ്ലിം ചെറുപ്പക്കാരൻ തൻ്റെ മകളോട്, കുഞ്ഞിനോട് കാണിച്ച ആ സ്നേഹത്തിൻ്റെ വലിപ്പം മനസ്സിലാവുന്നത് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. 18 കൊല്ലം കഴിഞ്ഞിട്ട്
ആ ആഗ്നസ് ഉപ്പ് ചേർത്ത ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷാള് കഴുത്തിലണിഞ്ഞ് 18 കൊല്ലത്തിന് ശേഷം മുബാറക്കിന് ഓർത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോകുമ്പോൾ നമ്മൾ തേങ്ങി കരഞ്ഞു പോകും. കഥ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കഥ വായനയെ അത് തടയുന്നുണ്ടെങ്കിൽ ഞാനത് പറയുന്നില്ല. അപ്പം അങ്ങനെ മാടമ്പിള്ള പോലീസ് എന്ന് പറയുന്ന കഥ നഗര ഗ്രാമ ദ്വന്ദ്വമൊക്കെ എത്രയോ കഥകളിൽ വന്നതാണ്. അതിലെന്ത് പുതുമ എന്ന് തോന്നാം, പക്ഷേ ആ വിഷയത്തെ പുതിയ വഴിക്ക് തിരിച്ചു വിടുമ്പോൾ അത് അപൂർവത തന്നെയാണ്. മാടമ്പിള്ള ഒരു അപൂർവ മലയാള കഥയിൽ ഒരു അപൂർവ കഥാപാത്രമാണ്. അപ്പം ഇങ്ങനെ ഓരോ കഥയെക്കുറിച്ചും ഇതിൻ്റെ അകത്തുള്ള ഓരോ കഥയെക്കുറിച്ചും വിശദമായിട്ട് പറയാൻ അവതാരികയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാനതിലേക്കൊന്നും വിശദമായിട്ട് പോകുന്നില്ല. എനിക്കൊരു കാര്യം ഉറപ്പാണ്, മലയാള കഥയിൽ ഇത് വളരെ വളരെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഒരു പുസ്തകമാണ്. മാതൃഭൂമിയാണിത് മനോഹരമായിട്ട് പ്രസാധനം ചെയ്തിരിക്കുന്നത്, ഗംഭീരമായൊരു കവറോട് കൂടിയിട്ട് പ്രസാധനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി. സബാഹ് സന്തോഷ് പറഞ്ഞതുപോലെ വലിയൊരു വായനക്കാരനാണ്. അത് നമുക്ക് മനസ്സിലാവുന്നത് വല്ലപ്പോഴും ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് പറയുമ്പോഴാണ്. സബാഹിൻ്റെ ജാനകി എന്ന പുസ്തകം ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ബാലസാഹിത്യകൃതി ഇംഗ്ലീഷിൽ കൂടി വന്ന വളരെ സബാഹിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു സമയത്താണ് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നത് എന്നുകൂടി ഞാൻ ഓർത്തു പോവാണ്. അതുപോലെ പൊയ്ക എന്ന നോവലും വളരെ ശ്രദ്ധിക്കപ്പെടുകയും പുതിയ പതിപ്പുകളൊക്കെ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഇവിടെ വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ലിബിൻ രാജുണ്ട്. സന്തോഷ് ഏച്ചിക്കാനത്തെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ വേണ്ടത്, നിങ്ങൾക്ക് എന്നെക്കാളും സന്തോഷിനെ അറിയാം. സന്തോഷ് ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. അതുപോലെ സബാഹും ഒരിടവേള കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ കൂടി നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറിയ ആളുകളാണ്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ, ഈ ഒരു സന്ദർഭത്തിൽ, ഈ ഒരു സവിശേഷ സാഹചര്യത്തിൽ ഇങ്ങനൊരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ, ആ പുസ്തകം നല്ലൊരു പുസ്തകമാകുമ്പോൾ, വിജയൻ മാഷിൽ നിന്നും തുടങ്ങിയതുകൊണ്ട് വിജയൻ മാഷിൽ തന്നെ അവസാനിപ്പിക്കാം. വിജയൻ മാഷ് പറയും നീന്താനിടം വേണം എന്ന്. ഒരു പുസ്തകം വായിച്ചു കഴിയുമ്പോൾ പല പുസ്തകങ്ങളും അതോട് തീരും അല്ലേ? പക്ഷേ ചില പുസ്തകങ്ങൾ വായിച്ച് മടക്കി വെക്കുമ്പോഴാണ് തുടങ്ങുന്നത്. വായിച്ച് കഴിയുമ്പോൾ വലുതാവുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത്. വായിച്ച് കഴിയുമ്പോൾ വലുതാകുന്ന പുസ്തകമാണ് മാടമ്പിള്ള പോലീസ്. അതുകൊണ്ടാണ് വിജയൻ മാഷ് പറയുന്നത് നീന്താനിടം വേണം. ഒരു കൃതിയിൽ നമുക്ക് ലളിതമായ രീതിയിലാണ് കഥ പോകുന്നത്. എപ്പോഴും ലളിതമായിട്ട് തന്നെയാണ് കഥകൾ വേണ്ടത്. പക്ഷെ അതിൻ്റെ ആഴത്തിൽ അർത്ഥത്തിൻ്റെ അടരുകൾ ഉണ്ടാകും. ഒരു നല്ല കഥ നമ്മെ നീന്താൻ അനുവദിക്കും. ഇഷ്ടംപോലെ അർത്ഥങ്ങളുടെ തലങ്ങളിലൂടെ നമ്മെ അത് നീന്താൻ അനുവദിക്കും. അങ്ങനെ ഒരു പുസ്തകമാണ് സബാഹിൻ്റെ പുസ്തകം എന്ന് ഞാൻ പറയുമ്പോൾ അതൊരു പ്രശംസയായിട്ട് എടുക്കേണ്ടതില്ല. നിങ്ങൾക്ക് വായിക്കുമ്പോൾ അത് ബോധ്യപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.